ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതേപോലെ ചോക്കർ പോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മാലയാണ്. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതേപോലെ സ്റ്റോൺ ബീഡും അതേപോലെ 6mm വൈറ്റ് വേണം യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്ത 4mm വൈറ്റാണ്. പിന്നെ ഞാൻ സിൽവർ ബീഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാധാ ഫിഷിംഗ് വയറൊക്കെ ഉപയോഗിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ രണ്ട് സൈഡും ഒരേപോലെ ഞാൻ ബീഡ്സ് കയറ്റിയാണ് ചെയ്യുന്നത്. 4mm ബീഡ്സ് 3 കയറ്റുക, ഗോൾഡൻ കയറ്റുക. അത് കഴിഞ്ഞ് സ്റ്റോൺ ഇതേപോലെ രണ്ട് സൈഡിലേക്കും ക്രോസ് ആയിട്ടാണ് കയറ്റുന്നത്. അപ്പോൾ ഇളകുകയില്ല, തിരിഞ്ഞും പോകത്തില്ല. എന്നിട്ട് ഇതേപോലെ കോർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫൈനൽ വരെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ സെൻറ്റർ പോർഷൻ എവിടെയാണോ വരുന്നത് അവിടെ മാത്രം നമ്മൾ കുറച്ച് വ്യത്യാസം വരും. നടുക്കത്തെ പോർഷനിൽ നമ്മൾ സിൽവർ ബീഡിൻ്റെ നടുക്കൂടെ രണ്ട് ബീഡ്സിൻ്റെ ഇടയിൽ കൂടി എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഫൈനലിൽ എത്തുമ്പോൾ ഇതേപോലെ ക്യാപ്പ് നമ്മൾ ക്രിം ബീഡ് ലോക്ക് ചെയ്യുന്ന കാണാതിരിക്കാൻ വേണ്ടി നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് ക്രിം ബീഡും ഇടാം. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ എൻഡിൽ ഏതാണോ ഹാങ്ങിങ് യൂസ് ചെയ്യുന്ന ആ ഹാങ്ങിങ്ങും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ക്രിം ബീഡിൻ്റെ ഉള്ളിൽ കൂടെ തിരിച്ച് വലിച്ചെടുക്കണം. അപ്പോൾ ടൈറ്റായിട്ട് അവിടെ കിടന്നോളും, കാണാത്ത രീതിയിൽ തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ ഇത് ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഇത് സിമ്പിളാണ് ചെയ്യാൻ വേണ്ടി. ഇതേപോലെ ഈ ചെയിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് എടുത്തിട്ട് നമ്മൾ ക്രിം ബീഡിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് അതേപോലെ തന്നെ നമ്മൾ ആ ഹോള് ആദ്യം കയറ്റിയതിൻ്റെ ഇടയിൽ കൂടെയും കൂടെ ഒന്ന് ഇറക്കുക ഇതേപോലെ. അത് കഴിഞ്ഞിട്ട് വലിച്ച് നന്നായി ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അവിടെ ഉരുക്കിയൊക്കെ കൊടുത്തിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ലോക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല ഭംഗിയിലില്ലേ? അതേപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ആ ഓപ്പോസിറ്റ് ഭാഗവും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യാണ്. ഹാങ്ങിങ് വരുന്നിടത്ത് മാത്രം നമ്മൾ ജംറിങ് യൂസ് ചെയ്ത് കൊളുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ മാലയാണ്. ഡിസൈനൊക്കെ ഒരേപോലെയാണ്. ട്രൈ ചെയ്ത് നോക്കുക. മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ. താങ്ക്